ഹലോ മക്കളെ, +2 എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കുട്ടികൾ ചില സബ്ജക്റ്റുകൾക്ക് ഫെയിലായിട്ടുണ്ട് അല്ലേ. മറ്റു പല കുട്ടികൾക്കും വിചാരിച്ച അത്ര ഒരു മാർക്കിലേക്ക് എത്താനും കഴിഞ്ഞിട്ടില്ല. ഈ രണ്ടു പേർക്കും വേണ്ടിയിട്ടാണല്ലോ എക്സാമിനേഷനും ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷനും നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ക്ലാസ് ഓൾറെഡി എഡ്യൂപോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം മക്കളെ, ഈ വർഷം ഏറ്റവും കൂടുതൽ ഫെയിൽ വന്നിട്ടുള്ളത് കെമിസ്ട്രിയിലാണ്. സയൻസ് സബ്ജക്റ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫെയിൽ ഈ വർഷം വന്നിട്ടുള്ളത് കെമിസ്ട്രിയിലാണ്. കാര്യം ഒന്ന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അത്ര ശ്രദ്ധ കൊടുക്കാത്ത ആ ലെവലും വിട്ടുകൊണ്ടുള്ള കുറച്ചധികം തന്നെ ക്വസ്റ്റ്യൻസ് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായതുകൊണ്ടും വാല്യുവേഷൻസ് ഒക്കെ താരതമ്യേന സ്റ്റാൻഡേർഡായി നടന്നതുകൊണ്ടുമാണ് ആ ഒരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി നമ്മുടെ മുന്നിലുള്ള ഒരു മാർഗം ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ എക്സാമിനേഷൻ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് കെമിസ്ട്രി ഇംപ്രൂവ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ കെമിസ്ട്രി എക്സാമിനേഷൻ എഴുതുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിലൊന്നാമത്തെ കാര്യം, എക്സാമിനേഷൻ എഴുതുന്ന ആളുകളാണെങ്കിലും ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷനിലൂടെ മാർക്ക് കൂട്ടുക, ഫുൾ മാർക്കിലേക്കോ A+ലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു മാർക്കിലേക്കോ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടാവണം. കാര്യം നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസങ്ങളാണുള്ളത്. ആ കുറച്ച് ദിവസങ്ങൾ കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററിനും അലോക്കേറ്റ് ചെയ്ത് അവസാനം കംപ്ലീറ്റ് പഠിച്ച് ഒരു റിവിഷനും ഒരു മോഡൽ ടെസ്റ്റൊക്കെ എഴുതിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇംപ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ എക്സാമിനേഷൻ്റെ എക്സാം ഹാളിലേക്ക് കടന്നു ചെല്ലാൻ. അപ്പോൾ അവിടെ നിങ്ങൾ ഈ വെയിറ്റേജ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. 10 ചാപ്റ്റേഴ്സാണ് ഈ വർഷം പഠിക്കാനുള്ളത് സെക്കൻഡ് ഇയറിൽ. ആ 10 ചാപ്റ്റേഴ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻ 8 മാർക്കിനാണ് വെയിറ്റേജ്. ചിലപ്പം ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, കാരണം എല്ലാ എക്സാമുകളിലും ഒരേ വെയിറ്റേജ് അല്ല ഫോളോ ചെയ്യുക. പക്ഷേ ഏകദേശം ഈ ഒരു വെയിറ്റേജ് ആണ്. സൊല്യൂഷൻ്റെ വെയിറ്റേജ് 8 മാർക്കാണ്. ഇലക്ട്രോ കെമിസ്ട്രിയുടെയും കെമിക്കൽ കൈനറ്റിക്സിൻ്റെയും വെയിറ്റേജ് നിയർലി 9 മാർക്കാണ്. ചില എക്സാമുകളിലൊക്കെ കെമിക്കൽ കൈനറ്റിക്സിൽ കുറച്ച് കുറയാറുണ്ട്, പക്ഷേ ഒരു ആവറേജ് 9 മാർക്ക്. അത് കഴിഞ്ഞ് D&Fലേക്ക് എത്തുമ്പോൾ 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. കെമിക്കൽ കൈനറ്റിക്സ് ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകളിൽപ്പെട്ട ഒന്നാണ്. 10 മാർക്കാണ് കൈനറ്റിക്സിൽ ഉണ്ടാവുക. ഹലോ ആൽക്കീൻസ് ആദ്യത്തെ ഓർഗാനിക് ചാപ്റ്ററാണ്, കുറേയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അവിടെ നിന്ന് നോക്കൂ നിങ്ങൾ, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ആൽക്കഹോളിൽ നിന്ന് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യന്. 10 ചാപ്റ്ററിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഒരു സംശയമില്ല, ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് 11 മാർക്ക്. ആൽക്കഹോളിലേക്ക് എത്തുമ്പോൾ എഗെയിൻ നമുക്ക് 8 മാർക്ക്. പിന്നെ ആൽഡിഹൈഡ് 11, അമൈൻസ് 5, ബയോമോളിക്യൂൾസ് 5. ഇതാണ് ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ടൊരു പേപ്പറിൽ എഴുതിയെടുക്കണം. എന്തിനാണ് എഴുതിയെടുക്കണം എന്ന് പറയുന്നത്? ഇത് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ഈ ചാപ്റ്റർ എന്നാണ്. അപ്പം നിങ്ങൾ സെൽഫായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിൽ കുറേ പഠിക്കാനുണ്ട്, കുറേ നെയ്മഡ് റിയാക്ഷൻസ് തന്നെ ഉണ്ട്. എൻ്റെ ഒരു ലെവൽ എന്താ, ഞാനത് പഠിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഓരോ ചാപ്റ്ററും നിങ്ങളൊന്ന് സെൽഫ് അനാലിസിസ് നടത്തണം. ഏതൊക്കെ ചാപ്റ്ററാണ് നന്നായി പഠിച്ചത്, അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്ററാണ് എനിക്ക് തീരെ അറിയാത്തത്, ഇനിയുള്ള സമയത്ത് എനിക്ക് എത്ര സമയം ഓരോ ചാപ്റ്ററിനും അലോക്കേറ്റ് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് നിങ്ങൾ നടത്തിയിട്ട് വേണം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു തുടങ്ങാൻ. കാര്യം നമ്മൾ എന്തൊക്കെയോ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല, കാര്യം അറിഞ്ഞു പഠിക്കണം. ഏത് ചാപ്റ്റർ പഠിച്ചാലാണ് മാർക്ക് കിട്ടുക, ഏത് ചാപ്റ്ററിനാണ് കുറച്ച് വെയിറ്റേജ് ഉള്ളതെന്നൊക്കെ കറക്റ്റ് മനസ്സിലാക്കണം. ഇനി ഇവിടെ ഉള്ളൊരു കാര്യമുണ്ട് മക്കളെ, ഫുൾ മാർക്ക് ആഗ്രഹിച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നവർ, A+ ആഗ്രഹിച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നവർ, നിലവിലുള്ള മാർക്ക് നല്ലൊരു ബെറ്ററിലേക്ക് എത്തണം എന്ന് ആഗ്രഹിച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നവർ എന്ത് ചെയ്യണം? ഈ കംപ്ലീറ്റ് ചാപ്റ്ററും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി റിവൈസ് ചെയ്ത്, പരമാവധി പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത്, ടെക്സ്റ്റ് ബുക്കിലൂടെയൊക്കെ കടന്നുപോയി ഇനിയുള്ള ഓരോ സെക്കൻഡും നിങ്ങളുടെ പഠനത്തിന് വേണ്ടി മാറ്റിവെച്ച് അങ്ങനെ ഫേസ് ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയും. കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ +2 പെർസെൻറ്റേജ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പെർസെൻറ്റേജിലേക്ക് എത്തണം.
അതിന് കെമിസ്ട്രിയുടെ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റാ. അത് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ എത്തിപ്പിക്കണം എന്നാണ് ഞാൻ പറയുക. അപ്പോൾ ഇംപ്രൂവ്മെൻറ്റിൻ്റെ കുട്ടികൾക്ക് കോംപ്രമൈസ് ഇല്ല, നിങ്ങളെല്ലാം പഠിക്കണം, എല്ലാ ചാപ്റ്ററും നന്നായി പഠിക്കണം. ഇനി ചെറിയൊരു മാർജിനിൽ പാസ്സായ ആളുകൾ അല്ലെങ്കിൽ ഫെയിലായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആലോചിക്കുക, ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കംപ്ലീറ്റ് 10 ചാപ്റ്ററും കൃത്യമായി പഠിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നൊരു ഫീൽ ഉണ്ടോ? ചിലർക്ക് ഉണ്ടാവില്ല. ചില റിയാലിറ്റികൾ നമ്മൾ തിരിച്ചറിയണം. ചിലപ്പോൾ എനിക്ക് സാർ 10 ചാപ്റ്റർ എന്നെ കൊണ്ട് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ചില ചാപ്റ്റേഴ്സ് വേണമെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഞാൻ പറയുന്നത് ഫെയിലായ ആളുകൾ പാസ്സാവുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചാപ്റ്റർ പഠിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നവരോടാണ്. മക്കളെ, ഈ 10 ചാപ്റ്ററിൽ എനിക്കൊരു 4 ചാപ്റ്റർ വേണ്ട, എനിക്ക് മാറ്റിവെക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിലേറ്റവും വെയിറ്റേജ് ഉള്ള ഒരു 5ഓ 6ഓ ചാപ്റ്റർ ഞാൻ പഠിച്ചോളാം സർ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഈ 6 ചാപ്റ്ററുകളാണ്. ഏത്? ആൽഡിഹൈഡ് ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, പിന്നെ ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, സൊല്യൂഷൻ, അതേപോലെ ആൽക്കഹോൾ. ഈ 6 ചാപ്റ്റർ നിങ്ങൾ കൃത്യമായി വർക്ക് ചെയ്ത് പഠിച്ചാൽ, എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 6 ചാപ്റ്ററിലൂടെ തന്നെ നിങ്ങൾക്ക് 50+ മാർക്കിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് റിയാലിറ്റി. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആൽഡിഹൈഡ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കണം. അതിൽ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. ആ ലെവലിൽ എൻ്റെ മക്കൾ പഠിക്കണം. അങ്ങനെ നിങ്ങൾ ഈ 6 ചാപ്റ്റർ തറോ ആയിട്ട് പഠിച്ചാൽ ഏത് ലെവൽ ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ ആൻസർ ചെയ്യും എന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾക്ക് 50+ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ചിലർ പറയും, സർ ഈ ആൽഡിഹൈഡും ഈ പറയുന്ന കോർഡിനേഷനും അല്ലെങ്കിൽ ഓർഗാനിക് ആൽക്കഹോളൊക്കെ പഠിക്കാൻ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ഫെയിൽ ആവില്ലല്ലോ സർ, എനിക്ക് ഇപ്പം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടാവുമായിരുന്നല്ലോ, ഈ ഓർഗാനിക്കൊക്കെ കാണുമ്പോൾ തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നവരുണ്ടാവും. ഈ ഓർഗാനിക് നിങ്ങൾ എന്തോ പിടിച്ച് തിന്ന രൂപത്തിൽ ഓർഗാനിക്കിനെ കണ്ടുകൂടാ എന്നുള്ളവരുണ്ടാവും. എങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മക്കളെ, ഓർഗാനിക്കിൻ്റെ 5 ചാപ്റ്റേഴ്സിൽ നിന്ന് ടോട്ടൽ 36 മാർക്കുകളാണുള്ളത്. ഓക്കെ, അതായത് 36 മാർക്കിൻ്റെ ക്വസ്റ്റ്യനെ എന്ത് ചെയ്യുന്നുള്ളൂ? ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കുന്നുള്ളൂ. എങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും അത് പഠിക്കാൻ കഴിയില്ല. അങ്ങനെയൊന്നും നിങ്ങൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് കഴിയും. എന്നാലും ചില ആളുകളുണ്ടാവും, സർ എനിക്ക് കഴിയില്ല സർ, കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓർഗാനിക് കംപ്ലീറ്റായി മാറ്റിവെച്ചാലും ഇത്രയും മാർക്കേ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുള്ളൂ. നിങ്ങൾക്ക് പാസ്സാവാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ 5 ചാപ്റ്റർ നിങ്ങൾ മാറ്റിവെക്കുമ്പോൾ ബാക്കിയുള്ള 5 ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം. സൊല്യൂഷനും ഇലക്ട്രോ കെമിസ്ട്രിയും കെമിക്കൽ കൈനറ്റിക്സും കോർഡിനേഷൻ കോമ്പൗണ്ട്സും അതേപോലെ തന്നെ DNF നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം. അങ്ങനെ 5 ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊരു 40+ എത്താൻ കഴിയും. നിങ്ങൾക്കൊരു 40+ എത്താൻ കഴിയും. കാര്യം എന്താ? കാര്യം ഇവിടെ 36 ആണെങ്കിലും ബാക്കി 60 കുറച്ച് മാർക്കുകളല്ല. ഓരോ ചാപ്റ്ററിൽ നിന്നും അതായത് 60 ടോട്ടൽ മാർക്കെങ്കിലും നമുക്ക് 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണോ ഉള്ളത്? അല്ല, 70+ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും. കാരണം ഓരോ കാറ്റഗറിയിലും ആദ്യത്തെ 5 ക്വസ്റ്റ്യനിൽ 4 ആൻസർ ചെയ്താൽ മതിയാവും. അടുത്ത ക്വസ്റ്റ്യനിൽ 10 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 8 അറ്റൻഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ആവശ്യത്തിൽ അധികം ക്വസ്റ്റ്യൻ അതിലുണ്ടാവും. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതായത് ഓർഗാനിക് നിങ്ങൾ കംപ്ലീറ്റ് മാറ്റി വെച്ചാലും ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററും തറോ ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബാക്കിയുള്ള 24 മാർക്ക് അല്ല കിട്ടുക, നിങ്ങൾക്ക് 40+ മാർക്കിലേക്ക് തന്നെ എത്താൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ കറക്റ്റ് പ്ലാൻ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ചില ആളുകളുണ്ടാവും, സർ ഞാനിപ്പോൾ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തീരെ മാർക്കില്ല, 10ഓ 12ഓ മാർക്കേ ഉള്ളൂ എനിക്ക്, അല്ലെങ്കിൽ 10ൽ താഴെ മാർക്കേ ഉള്ളൂ, എന്നെ കൊണ്ട് എന്തായാലും ഇത് പാസ്സാവാൻ കഴിയും തോന്നുന്നില്ല. എങ്കിൽ മക്കളെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു 4 ചാപ്റ്റർ പഠിച്ചൂടെ? 4 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. കാര്യം നമ്മൾ ഒരുപാട് തവണ പഠിച്ചതാണ്, ആദ്യത്തെ ചാപ്റ്ററാണ്, ഒരുപാട് എക്സാമുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എടുത്ത് നിങ്ങൾക്കൊന്ന് പഠിച്ചൂടെ? അതേപോലെ കെമിക്കൽ കൈനറ്റിക്സ് ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററേ അല്ല, സിമ്പിൾ ചാപ്റ്റർ, കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഇലക്ട്രോ കെമിസ്ട്രി പോലെ പരന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ചാപ്റ്റർ അല്ല. DNF എന്ന് പറഞ്ഞാൽ പക്ക തിയറിയാണ്.
അത് തിയറി കുറച്ചൊന്ന് കാണാതെ പഠിക്കണം, ചില പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. ചില പ്രിപ്പറേഷൻസും അതിൻ്റെ സ്ട്രക്ചറുകളൊക്കെ ഒന്ന് പഠിക്കണം, അത്രയേ ഉള്ളൂ. D&F അതും കൂടെ നിങ്ങളൊന്ന് പഠിച്ചാൽ, ഓർഗാനിക് കുറേ ആളുകൾക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ആദ്യത്തെ ചാപ്റ്റർ സർ ഹാലോ ആൽക്കിയം വലിയ കുഴപ്പമില്ല എന്നൊരുപാട് ആളുകൾ പറയാറുണ്ട്. കാര്യം ചെറിയ ചാപ്റ്ററാണ്, കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ആദ്യത്തെ ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ കുറേ ആളുകൾ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അതും കൂടെ നിങ്ങൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ മക്കളെ നിങ്ങൾക്ക് 30+ മാർക്കിലേക്ക് എത്താൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ഫേസ് ചെയ്ത് സംസാരിക്കുന്നത് എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികളോടും ഇമ്പ്രൂവ് ചെയ്യുന്ന കുട്ടികളോടുമാണ്. അപ്പോൾ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഫെയിലായവരാണ്. അവർക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടായേക്കാം ചില ആളുകൾക്കെങ്കിലും, ഇത് കാണുന്ന എല്ലാവർക്കും ഉണ്ടെന്നല്ല. അപ്പോൾ എല്ലാവരെയും അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കേസുകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഇനി മക്കളെ, ഈ 4 കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിവാക്കാം. പക്ഷേ എന്താ പറയുക, 3 ചാപ്റ്റർ ആണെങ്കിൽ 3 ചാപ്റ്റർ അത് തറവായിരിക്കണം. ഏത് ക്വസ്റ്റിനെ എങ്ങനെ വന്നാലും പഠിക്കാൻ പറ്റണം. ഇനി അല്ലെങ്കിൽ വേറൊരു കാര്യം പറയാം, ഈ 4 ചാപ്റ്റർ നിങ്ങൾ തറവായിട്ട് പഠിക്കുക. എന്നിരുന്നാലും ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, ഈ 4 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചതിന് ശേഷം ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ആ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് A to Z കംപ്ലീറ്റ് പഠിക്കുന്നതിന് പകരം ആ ചാപ്റ്റേഴ്സിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ, ഇനി എല്ലാ ക്വസ്റ്റ്യനും പഠിക്കേണ്ട, ഒരു ചാപ്റ്ററിന് എപ്പോഴും ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ നോക്കിപ്പോയാൽ, ഇവിടെ നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റാതെ വന്നാലും നമുക്ക് അറിയുന്ന ചില ക്വസ്റ്റ്യനൊക്കെ മറ്റു ചാപ്റ്റേഴ്സ് നിന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 4 തന്നെ എടുക്കണം എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള, അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള നല്ലൊരു 4 ചാപ്റ്റർ, സിമ്പിളായുള്ള 4 ചാപ്റ്റർ എടുത്ത് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ നിങ്ങൾ അങ്ങനെ ഡീൽ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. അത്യാവശ്യം നല്ല മാർക്കിലേക്ക് തന്നെ എത്താൻ കഴിയും എന്ന കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ മക്കളെ, നിങ്ങൾ ആദ്യം ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ഒക്കെ വെച്ച് ഓരോ ചാപ്റ്റർ നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് മനസ്സിലാക്കി നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പ്ലാൻ, ഞാൻ ഈ കാണിച്ച പോലെയുള്ള ഒരു പ്ലാന് നിങ്ങൾ തയ്യാറാക്കുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിലൂടെ എനിക്ക് മെസ്സേജ് അയക്കാൻ, ഞാനത് ക്ലിയർ ചെയ്ത് തരും. കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പാസ്സാവുക അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു മാർക്കിലേക്ക് എത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ കൂടെ കെമിസ്ട്രിയുടെ കാര്യത്തിൽ ഞാൻ ഉണ്ട് നിങ്ങളുടെ കൂടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.